PD സതീശന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ അൻവറാണോ ശത്രു, പിണറായി വിജയനാണോ ശത്രു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൻവറാണ് ശത്രു, പിണറായി വിജയൻ അല്ല. അതുപോലെ തന്നെയാണ് അൻവർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അൻവറോട് ചോദിക്കുന്നത് പിണറായി വിജയനാണോ ശത്രു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് ആലോചിച്ചത്? ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ വന്നുകൊണ്ടിരിക്കുക ബൈറ്റ്. രമേശ് ചെന്നിത്തലയുടെ ബൈറ്റ് എന്താണെന്നറിയുമോ? ഇത് ഒറ്റ കാര്യമുള്ളൂ, തീരുമാനം എടുക്കണമെന്നല്ല. എന്താ തീരുമാനം? ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ അസോസിയേറ്റ് കക്ഷിയാണ് എന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് രമേശ് ചെന്നിത്തല അടക്കം VD സതീശൻ ഒറ്റയ്ക്കൊന്നും അല്ല ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. VD സതീശൻ പറഞ്ഞതിനെതിരായിട്ട് K മുരളീധരൻ പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF-ലേക്ക് ആളെ എടുക്കുന്ന UDF-ന്റെ ഘടകകക്ഷികളാണ്. UDF-ലേക്ക് ആളെ എടുക്കുന്ന ആരാ? നോക്കൂ, UDF ചെയർമാനെ ഈ കാര്യം ഏൽപ്പിച്ചു. UDF ചെയർമാൻ ഈ കാര്യം പറയുന്നത് മുൻപാണ് ഈ കാര്യം PV അൻവർ വന്ന് UDF നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞു. ആ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ആളെ UDF-ൽ എടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. എന്നിട്ടും അവർ കീഴടങ്ങി. അതിനുശേഷമാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ, താങ്കൾ പറഞ്ഞത് തിരുത്തു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്ലേ ഇന്നലെ വന്ന് പറഞ്ഞത് UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് തള്ളിപ്പറഞ്ഞത് തിരുത്തിയാൽ. അല്ല, ഇപ്പൊ അൻവർ പറഞ്ഞത് താങ്കൾ കേൾക്കാൻ. അൻവർ പറഞ്ഞ എന്താണ്? ആര്യാടൻ ഷൗക്കത്തിനെ, നല്ല മലയാളമാണ് പറഞ്ഞു, ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഘടകകക്ഷിയാക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ബാക്കി. ഈ വാക്കുകൾ കോൺഗ്രസിനെ എന്നല്ല VD സതീശനെ, ചില ആളുകൾക്ക് ദുഷ്ടചിന്ത, ഇനി ഒരു അപകടത്തിൽ ചാടാൻ പറ്റില്ല, ആരായാലും ഒരു അപകടത്തിൽ ചാടാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കും. വേണ്ടെന്ന് പറയേണ്ടത് VD സതീശനല്ലേ? വേണ്ട അൻവറിനെന്ന് പറയൂ. ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞേനല്ലോ എനിക്ക് വേണ്ട പോ എന്ന് പറഞ്ഞേനെ. പിണറായി വിജയനല്ല, പാർട്ടി എന്നേ തീരുമാനമെടുത്തു. ഈ ചങ്ങാതിയെ നമുക്ക് കൂട്ടാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിൽ നിന്നൊരു കേഡർ അംഗത്തെ പോലും, ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ പോലും PV അൻവറിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതാ CPM-നും DYF-ക്കും PV അൻവറിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ബോധ്യമായതുകൊണ്ടാണ്. അത് ബോധ്യമാവാഞ്ഞത് UDF-ന് മാത്രമേ ഉള്ളൂ. അത് ബോധ്യമായ കിട്ടിയ ഒരു അവസരമായി LDF-നെ അടിക്കാൻ PV അൻവറിനെ ഉപയോഗിച്ചു. പക്ഷേ PV അൻവർ സ്വയം ഒരു വടിയായിട്ട് മാറി UDF-നെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അൻവർ P ശശി വിഷയത്തിൽ LDF-നെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത് പോകുമ്പോഴും അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടി ആര് ശ്രമിച്ചിട്ടുണ്ട്? LDF ശ്രമിച്ചിട്ടുണ്ട്. ആ മര്യാദ അതെന്താണ്? അതെന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കൂടെ നിർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ്. അത്രയധികം ശക്തമായ രീതി P ശശിക്കെതിരെ പറയുമ്പോഴാണ്. എന്നിട്ട് പോലും അൻവർ പിണറായി വിജയനെ അടിക്കാൻ അൻവറിനെ ഉപയോഗിക്കുകയായിരുന്നു. അൻവർ ആരുടെയൊക്കെ ആയുധമാകിയുള്ള CPM-നകത്ത് ആയുധമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വിഷയം അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ. PV അൻവർ UDF-ലേക്കാണ് വരുന്നതെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇപ്പോഴും പറയുന്നത് എന്താ? UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വിജയ സാധ്യത ഇല്ലെന്നല്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അൻവർ UDF-ന്റെ സ്ഥാനാർത്ഥിനെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് വോട്ട് യോജിച്ച് പോത്തുകല്ലിലോ വഴിക്കടവിലോ ചെല്ലുന്നു. അന്ന് ഇന്നലെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ വിചാരിക്കുന്നില്ല അരുൺ സാറേ, ഞാൻ വിചാരിക്കുന്നില്ല ഈ UDF-ന്റെ ഘടകകക്ഷിയാക്കാതെ അൻവർ ഒരു കാരണവശാലും ഈ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നത് ചിന്തിക്കുന്നില്ല. അൻവർ പറയുന്ന ഒരു കാര്യം ഉണ്ട്, എന്താ അറിയോ? ഷൗക്കത്ത് ജയിക്കോ തോക്കോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൂടെ പറയുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് ചോദ്യം. അവിടെയുള്ള വോട്ടർമാര് നാളെ ഇയാളെ ഘടകകക്ഷി ആക്കിയതിനു ശേഷം വോട്ടിന്റെ പ്രചരണത്തിന് ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തിന് കാര്യം പറയാം. എന്താ അറിയോ? നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് പിണറായിസത്തിനെതിരാന്ന് പറയാം, പിണറായിസത്തിനെതിരായിട്ട് നിങ്ങൾ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് പറയാം. ഷൗക്കത്തിന് പേര് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അൻവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ തീരുമാനിക്കാൻ അൻവറിന് പറ്റുന്നില്ല. അൻവർ മത്സരിക്കുന്നില്ല, തീരുമാനിക്കാൻ PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആർക്കെതിരെയാണ്? പിണറായിസത്തിനെതിരെ. അതാണോ ഇപ്പൊ നടക്കുന്നത്? ആണ്. ഈ 3 ദിവസം പിണറായിസത്തിനെതിരെ എന്ത് പ്രചരണമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്? സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ട് അൻവർ UDF-ന്റെ കൂടെ നിൽക്കണോ വേണ്ടയോ? വ്യക്തിത്വമല്ല, പാർട്ടി എന്ന് പറയുന്നത് ഒരു ആശയമാണ്, വ്യക്തിയല്ല. അതാണ് PV അൻവർ ഇപ്പോഴും ഈ UDF-നെയും രാഷ്ട്രീയത്തെയും കണ്ടിരിക്കുന്നത് ഒരു വലിയ പാറമടയായിട്ട്. ആ പാറമട പൊട്ടിക്കാൻ വരുന്ന ഒരു ക്വാറി മുതലാളിയുടെ ഭാവമാകരുത് ഒരു PV അൻവർ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ ബിസിനസ് ലോജിക്ക് എപ്പോഴും വിജയിക്കും.
പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു. അപ്പുറമാണ് ഒരു സൂപ്പർ ബിസിനസ്. സാറ് പറഞ്ഞ അതിന്റെ പരിചയക്കുറവ് PVN അല്ല, ഞാൻ ഈ സാർ അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് കോൺഗ്രസ് ഉള്ളത്, ലീഗിലുമുള്ളത്. ലീഗിലെ ഒരു മിനിറ്റ്, ഇതൊന്നും മനസ്സിലാവാത്ത ആളാണോ PK കുഞ്ഞാലിക്കുട്ടി? PK കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്? അല്ല, ഇത് മനസ്സിലാവില്ലേ? നിങ്ങൾ ഈ സതീശൻ പറയുന്ന കാര്യം PK കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗിനകത്ത് എന്ത് താല്പര്യമുള്ളത്? ലീഗിന് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, UDF വിജയിക്കണം. അത് സതീശന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. അത് സതീശന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യം കുഞ്ഞാലിക്കുട്ടിനെ ബോധിപ്പിക്കാൻ വേറെ ആരെയും ബോധ്യപ്പെടുത്തും. എന്താ പറഞ്ഞ ലീഗ്? ഇതേ കാര്യം തന്നെ പറഞ്ഞ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താ? UDF-ന്റെ സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ PVN വന്ന UDF-ന്റെ അതൊന്നും പറഞ്ഞില്ല. പ്രശ്നം നാളെ വൈകുന്നേരത്തിനുള്ളിൽ അല്ല, പ്രശ്നം നാളെ വൈകുന്നേരത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ അല്ലാതെ തീരുമാനമാണെന്ന് ഈ സതീശൻ പറയുന്ന കാര്യം എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സതീശിലേക്ക് ചുരുക്കുന്നതിന് സതീശൻ പറയുന്ന കാര്യം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൂടെ? നിങ്ങൾ ഷൗക്കത്തിനെ പിന്തുണയ്ക്കൂ, ഞങ്ങൾ എടുക്കാന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പറഞ്ഞൂടെ? എന്തുകൊണ്ട് പറയുന്നില്ല? ഒറ്റ കാര്യമുള്ളൂ, പ്രായോഗിക ബുദ്ധിയുള്ളതുകൊണ്ടാണ്. പ്രായോഗിക ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഇതേ കാര്യം PVN LDF-ലാണെങ്കിൽ ഇതേ തീരുമാനം എടുത്താൽ LDF ഘടകകക്ഷിയാക്കൂ. എടുത്തിട്ടില്ലല്ലോ. ഇല്ലാത്ത കാര്യം എന്താ പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചതാ. ഇല്ലാത്ത കാര്യം ഘടകകക്ഷി ഒറ്റ ഗേറ്റേ ഉള്ളൂ. അത് UDF എന്ന ഗേറ്റ് ആണ്. അത് അടയ്ക്കണോ തുറക്കണോ എന്ന് VD സതീശൻ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അത് തുറക്കണമെന്ന് തീരുമാനിച്ചാൽ VD സതീശൻ എന്ന് പറയാം. അൻവർ അകത്ത് വരും. അകത്ത് വരണ്ടാതെ TDS തീരുമാനിക്കാൻ ഒരു പാർട്ടിയും മുന്നണിയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അനുവദിക്കുന്നത് മുന്നണിയുടെയും ലീഗിന് മനസ്സിലാകാത്ത ബ്ലാക്ക്മെയിലിംഗ് ഒന്നും അല്ല. നാളെ ഓരോ നേതാക്കളായിട്ട് നാളെ ഇങ്ങനെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒന്നുമില്ല. ലീഗിന് ശരിയായ നടപടിയല്ല. Meet the editors.